കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഏത് രൂപത്തിലാണ് ഭഗവാൻ ഇന്ന് കളഭാലങ്കാരത്തിലൂടെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ ആയിരുന്നു, അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക, മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിക്കുക. അതിനുശേഷം വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. വരുമ്പോൾ അങ്ങനെ വരുന്ന ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നേരെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലേക്ക് നോക്കിയ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത്ത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കും കാണാം. വലതുവശത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്ന് ചെറിയൊരു ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, കാല് പിണച്ച് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഉണ്ണി കേട്ടോ. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു പട്ട് കൂണ കൊടുത്തിട്ടുണ്ട്. അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. ചെറിയ ഉണ്ണി തന്നെയാണ്. അങ്ങനെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, 2 കൈ കൊണ്ടും പൊന്നോടക്കുഴൽ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് വേണുഗാനം പൊഴിക്കുകയാണ്. അങ്ങനെ ആ തിരുനെറ്റിയിൽ ഗോപീതിലകം കാണാണ്ട്, അതേപോലെ മാറത്തൊരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല. ചെറിയ ഉണ്ണിയെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഉണ്ണിയാണ്. നിൽക്കുകയാണ് 2 കാലും പിണച്ചു വെച്ചിട്ട്. അങ്ങനെ ആ ചുണ്ടോട് ചേർത്ത് വേണുഗാനം പൊഴിക്കുന്ന മുരളീധരൻ സ്വരൂപത്തിലാണ്. അതേപോലെ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2 തിരുമുടിമാലകളുണ്ട്. അതൊന്ന് തെച്ചിപ്പൂ മാത്രവും പിന്നെ തെച്ചിയും തുളസിയും കൂടി ഉള്ളതും. അതേപോലെ ഉണ്ടമാലകളും 2 ഉണ്ട്. അതെന്താ വെച്ചാൽ ഒന്ന് തെച്ചിയും താമരയും, പിന്നെ ഒന്ന് തെച്ചിയും കുറച്ച് വെളുത്ത പൂവായിട്ടുള്ളത്. പിന്നെ മുകളിൽ വിധാനമായിട്ട് 3-4 ഉണ്ടമാലകൾ, തുളസിമാലകളുണ്ട്. എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. ചെറിയ ഉണ്ണിയാവുകൊണ്ട് ഉണ്ണീനെ വാരിയെടുക്കാനൊക്കെ തോന്നും, അങ്ങനത്തെ ഒരു കാഴ്ച. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി കാണുന്ന കാഴ്ചയാണ്. എല്ലാവരും മനസ്സുകൊണ്ട് ഭഗവാനെ ആ ശ്രീലകത്തേക്ക് നോക്കി കണ്ടോളൂ കേട്ടോ. ആ ചെറിയ ഉണ്ണീനെ കണ്ട് തൊഴുതോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നടത്തി തരും. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും ഭഗവാന്റെ തിടപ്പള്ളിയും ഒക്കെ കണ്ട് തൊഴുത് ആ ചുവരിൻ്റെ മുകളിൽ ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത് നേരെ അടുത്ത ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ സപ്തമാതാക്കളെ കാണാം. അവിടെ വന്നിട്ടൊന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ ഗണേശനെ കാണാനായിട്ട് പോവാം. ഗണേശൻ്റെ അവിടെ വരുമ്പോഴൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഗണേശന് കിരീടം വെച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ മാലകളുണ്ട്. അതേപോലെ നല്ല കളഭ ചാർത്തായിട്ടില്ല. ഒരു പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട്, അർച്ചനപ്പൂക്കൾ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് അവിടെ നേരത്തൊക്കെ ഇട്ട് അടുത്ത സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതിനുശേഷം അവിടുന്ന് വരുമ്പോൾ ആ കോർണറിന്ന് ആ ചെറിയ ഗണേശനെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തി അടുത്തു നിന്ന് അർച്ചനപ്രസാദം വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് ആനന്ദശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരിക. അവിടെ വരുമ്പോൾ ധാരാളം പൂക്കളുണ്ട്, വെളുത്ത പൂക്കൾ ധാരാളം, അതേപോലെ തുളസിപ്പൂക്കൾ ധാരാളം, കുറച്ച് താമരകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയിട്ട് ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ വരുമ്പോൾ താഴത്തേക്ക് ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ ആ ഭീഷ്മരുടെ ശരശയ്യ കാണാം. അങ്ങനെ അവിടുന്ന് വരുമ്പോൾ പിന്നെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഭാർഗവരാമനും ശ്രീരാമചന്ദ്രനും അതേപോലെ ബലരാമനും ശ്രീകൃഷ്ണനും ഒക്കെ കണ്ട് തൊഴാം. ശ്രീകൃഷ്ണൻ്റെ അവിടെയൊക്കെ ഒന്ന് തുളസിമാലകളുണ്ട് കേട്ടോ. പിന്നെ മുരുകൻ്റെ അവിടെ ഭസ്മാഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒരു ലിഖിതമാല സമർപ്പിച്ചിട്ടുണ്ട്, കുറച്ച് കുങ്കുമമുണ്ട്, അത്രേ കാണാനുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം.
ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്ത് ഉള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരവും അതേപോലെ താഴത്ത് ആ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും കടാവളക്കൊക്കെ കാണാം. അത് കഴിഞ്ഞ് അടുത്ത അറയിലെത്തുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവര ഉണ്ണീനെ കൊണ്ടുപോകുന്ന അനന്തന കാവലിൽ അത് കാണാം. പിന്നീട് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തും വാങ്ങിയിട്ട് ഇടത്തരികത്ത് കാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ ഇന്ന് നന്നായിട്ട് അലങ്കാരമൊക്കെ ആയിട്ടുണ്ട്. മുഖത്തൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. അതേപോലെ വലിയ വട്ട പൊട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, നല്ല പാലക്ക മാലകൾ ചാർത്തിയിട്ടുണ്ട്, ചുവന്ന പട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, ധാരാളം വലിയ വലിയ പൂക്കളുണ്ട്. ശിവേലി വിഗ്രഹത്തിനും പൂക്കൾ കൊടുത്തിട്ടുണ്ട്, ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമുക്ക് മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. പിന്നീട് അങ്ങനെ വന്ന് ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ കാല് പിണച്ച് വെച്ച് നിൽക്കുന്ന ചെറിയ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് പൊന്നോടക്കുഴൽ വായിക്കുന്ന ഉണ്ണിക്കണ്ണനെ കൊണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിൽ വന്ന ആ കിടാവിളക്ക് കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമി ഇന്നും കാണാം നല്ല ചന്തത്തിൽ തന്നെ കേട്ടോ. ധാരാളം പൂക്കളൊക്കെ ഉണ്ട്. അതേപോലെ നല്ല ആടയാഭരണങ്ങളോട് കൂടിയിട്ട് സർവാഭരണ വിഭൂഷിതനായിട്ടാണ്. പീലിയൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു പഴം വെച്ചിട്ടുണ്ട് കയ്യിൽ. പിന്നെ ഓടക്കുഴലുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടുന്ന് അങ്ങനെ വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് നേരെ അത് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുതാൻ വേണ്ടി നേരെ നാരായണാലയത്തിൽ പോയിട്ട് തൊഴാം. അതിനുശേഷം നമ്മൾ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അത് കഴിഞ്ഞ് ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.